പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് പാർട്ട് ഭാഗവും ഗുണനവും എന്ന ആ ഭാഗമാണ് എടുക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ വളരെ സിമ്പിളാണ്. ഇവിടെ ശ്രദ്ധിക്കാം. ഇതിൽ പറഞ്ഞാൽ 6 മീറ്ററിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് 6 മീറ്റർ. അപ്പോൾ പകുതിക്ക് നമ്മൾ ഉപയോഗിക്കുക 1/2 6ൻ്റെ പകുതി അല്ലേ, 6 × 1/2 അഥവാ 6ൻ്റെ 1/2 ഭാഗം 1/2 പാർട്സ് ഓഫ് 6 1/2 പാർട്സ് ഓഫ് 6. ഇത് ചെയ്യാൻ നമുക്ക് ചെയ്യണ അറിയാം. നമ്മൾ നേരത്തെ പഠിച്ചു, നേരിട്ട് ഗുണിക്കുക. ഇത് മുകളിലാണ് വരിക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ 6/1 എന്ന് വരിക. 6/2 6/2. 6ൽ എത്ര 2 ഉണ്ട്, ചെറുതാക്കണം. ഇത് മോർ ദാൻ 1 ആണ്. പിന്നെ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും, അംശം വലുതും ഛേദം ചെറുതുമാണ്. അപ്പോൾ 6ൽ എത്ര 2 ഉണ്ട്, 3 2 ബാക്കി ഉണ്ടാവും. അപ്പോൾ 6ൻ്റെ പകുതി 3 അല്ലേ, കറക്റ്റ് അല്ലേ? 6 × 1/2. വേറെ നോക്കുക, 2 മീറ്റർ ചരട് 3 സമഭാഗങ്ങളാക്കിയാൽ അഥവാ 2ൻ്റെ 1/3 ഭാഗം 2ൻ്റെ 1/3 ഭാഗം എത്രയാണ്? 2ൻ്റെ 1/3. ശരിക്കും അവിടെ 2നെ 3 ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ആൻസർ പറയാം. 2നെ 3 ഭാഗമാക്കുക പറഞ്ഞാൽ 2/3 എന്നാണ്. 5നെ 4 ഭാഗമാക്കുക പറഞ്ഞാൽ 5/4 എന്നാണ്. 6നെ 3 ഭാഗമാക്കുക പറഞ്ഞാൽ 6/3 എന്നാണ്. അതേപോലെ 2നെ 3 ഭാഗമാക്കുക പറഞ്ഞാൽ 2/3 ആൻസർ കിട്ടണം. അപ്പം അതിന് 2ൻ്റെ 1/3 ഭാഗം 2ൻ്റെ 1/3 ഗുണിച്ചു നോക്കുക. 2 1 2/3. ഇവിടെ ഗുണിക്കാനില്ല, 2/3. വേറെ എന്തെടുക്കി? 5 കിലോഗ്രാമിൻ്റെ 1/4 ഭാഗം 5 കിലോഗ്രാമിൻ്റെ 1/4. അപ്പോൾ 5 × 1/4 അഥവാ 5നെ 4 ഭാഗമാക്കുക. അതിലൊരു ഭാഗം എത്രയാണ്? 5നെ 4 ഭാഗമാക്കി ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 5ൻ്റെ 4/1. 5ൻ്റെ 4/1. അപ്പോൾ 5 × 1 5/4. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. 5/4 നേരത്തെ ഇവിടെ പറഞ്ഞാൽ ഇത് മോർ ദാൻ 1 ആണ്. 5 വലുതും 4 ചെറുതുമാണ്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് മാറ്റി എഴുതണം. 5ൽ എത്ര 4 ഉണ്ട്? ഒരു 4. ബാക്കി എത്ര? ബാക്കി 5ൽ ഒരു 4 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്. 4 1/4. ഇങ്ങനെ ചെയ്യാൻ പഠിക്കലാണ് ഇതിലുള്ളത്. ഇതിൻ്റെ കുറച്ച് വർക്കുകൾ പാഠപുസ്തകത്തിലുള്ള വർക്കുകൾ നിങ്ങൾക്ക് തരും. അത് ചെയ്ത് എത്രയും പെട്ടെന്ന് അയച്ചു തരാം.